ഇതേവരെ ഏറ്റവും ആദരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകദേശം കഴിഞ്ഞത്. ഇനി 2-3 ദിവസം കഴിയുമ്പോൾ മണത്തടവിൽ നേർച്ചയുണ്ടാവും. അവിടെയൊക്കെ എല്ലാ പരിപാടികളും ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ. നമ്മൾ മറ്റുള്ളവർക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള വ്യക്തികളല്ല, അവരുടെ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവർക്കെതിരെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നതല്ല, അതൊക്കെ മറ്റുള്ളവരുടെ പണിയാണ്, നമ്മുടെ പണിയല്ല അവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നത്. നമ്മൾ ഇതെല്ലാ മതങ്ങളിലുള്ള കാര്യങ്ങളിൽ നടക്കണമെന്ന് വിശ്വസിക്കുന്നവരും പ്രോത്സാഹിക്കുന്നവരാണ്. അപ്പോഴാണ് സാറ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ കേസെടുക്കുക മാത്രമല്ല, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുകെട്ടും. ഇവിടെയുള്ള എന്താ സാധനം? 2-3 സ്പീക്കർ, ഇതാണ് സാധനം, അതാണ് കണ്ടുകെട്ടുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ എന്നോട് പറഞ്ഞു, ഈ ലാസർ മാഷ് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്, അതിൻ്റെ ഇതൊക്കെ ലാസർ മാഷ് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഈ സാറിനോട് പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ മേലധികാരികൾ പറയുന്നതും ഈ നാടിനെ സംരക്ഷിക്കുന്നവർ പറയുന്നതൊക്കെ അനുസരിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളത് കുടുംബത്തിൽ നിന്ന് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ജനങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ നടത്തണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ആ ഉദ്യോഗസ്ഥൻ നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യണ്ട. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയാണ്, നിങ്ങൾ മൈക്കില്ലാണ്ട് ചെയ്യുന്നത്. ഇത്രയും ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് മൈക്കില്ലാണ്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ബോർഡുള്ളവരോട് സാറൊന്ന് പറയൂ. എന്നിട്ട് പറയാണ് പള്ളിയിൽ ചോദിക്കുന്നു. അത് സാറ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സ്ഥലത്ത് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 25 ഏത് മതത്തിലും വിശ്വസിക്കാൻ, പ്രചരിപ്പിക്കാൻ, അതിൽ ജീവിക്കാൻ അതിനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 26 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാവർക്കും അവരുടേതായ മതവിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ്. ആ സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ CSR വിളിച്ചു. എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിച്ചു. അവരാണ് എനിക്ക് നമ്പർ തന്നത്. അവർ പറഞ്ഞു CSR സംസാരിക്കാൻ. ഞാൻ സാറിനോട് സംസാരിച്ചു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് അധികാരം തന്നാൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. ഞാനത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ പള്ളികളിലും ഈ പരിപാടികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരെ തിരുത്തി കൊടുക്കണം. അങ്ങനെയുണ്ടാകും. ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പരിചയക്കുറവുണ്ടാകും. പരിചയക്കുറവുള്ള ആൾക്കാർ കൂടി ഉണ്ടല്ലോ, മേലുദ്യോഗസ്ഥരുണ്ടല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം 2 പേരും ഒരു വാക്ക് നമ്മളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത്തരണത്തിലെ കുന്നംകുളത്തിലെ ACPനെ അഭിനന്ദിക്കുകയാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ കുന്നംകുളം ACP നമ്മുടെ പള്ളിയിലേക്ക് വന്നു. നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഞാനപ്പോൾ വീട്ടിലേക്ക് പോയിരുന്നു. എന്നെ ഫോണിലൂടെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എപ്പോഴാണ് വരിക? ഞാൻ പറഞ്ഞു, ഞാൻ രാത്രിയാണ് വരിക. അപ്പൊ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ വന്ന് കാണാൻ വേണ്ടി പോകും. ഇന്ന് രാവിലെ ACP നമ്മളെ നിൽക്കുന്നു. അതായത് ഗുരുവായൂരാണ് നമ്മുടെ ACP. ആ ACP ഇവിടെ ഇപ്പം ഇല്ല. അതിന് പകരം ചാർജ് കൊടുത്തിരിക്കുന്നത് കുന്നംകുളം ACPക്കാണ്. ACP ഇന്ന് എന്നെ കാണാൻ വന്നു. വന്ന വഴിക്ക് എന്നോട് പറഞ്ഞത് സോറിയാണ്. ഒരു തെറ്റ് ചെയ്താല് അത് സോറി പറയാന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്തുള്ളവരുടെ കടമയാണ്. ആ ACPക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം സംസാരിച്ചു. ആ സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സോറിയാണ്. അതാണ് മാന്യത. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ഒരു മടിയും കാണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ഉദ്യോഗസ്ഥരിവിടെയുണ്ട്. ഞങ്ങളൊക്കെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മളുടെ എല്ലാ ആഘോഷങ്ങളെയും അവരെ ക്ഷണിക്കുകയും ഇവരെല്ലാം അതിൽ നിന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് പറയണം, അച്ഛാ ഇതിന് അനുവാദം എടുക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾ എത്രയോ ചെന്നത്. ഞങ്ങൾ പറയും 9-10 മിനിറ്റുള്ളൂ. അച്ഛൻ എന്തായിരുന്നു? ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാറിനോട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും കൂടുതലത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ എന്നെ അതിന്റെ നിയമത്തെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്യുമോ, അത് നിങ്ങൾ ഓഫാക്കിക്കോ. അതാണ് ഇതിന് മാന്യത. അതാണ്. ഇത് വലിയൊരു മാരകപാപമൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഒരു കംപ്ലൈന്റ്, അല്ലെങ്കിൽ നമ്മളോട് പറയണം, ഇത് ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ കംപ്ലൈന്റ് കിട്ടിയതിന്റെ ഫലമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും.
ഇത് നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ ഭരണഘടന അനുസാദിക്കുന്ന മതവിശ്വാസത്തിലാണ്. അപ്പൊ നമ്മൾ നോക്കി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എതിരായി ചെയ്യുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു പാലക്കാട്, അതുപോലെ തന്നെ കരോട് നടത്തുന്ന പത്തനംതിട്ട, അവിടെയൊക്കെ ക്രിസ്മസിനോടനുബന്ധിച്ച് ആൾക്കാർ അത് നാശാക്കുകയും ആക്രമിക്കുകയും ചെയ്യണം. അവരെ സംരക്ഷിക്കേണ്ടവരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ. അവർക്ക് കാവലും സംരക്ഷണവും നൽകുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ നമുക്കെതിരായിട്ട് ഇങ്ങനെ ചെയ്താൽ വൃക്ഷങ്ങൾക്ക് കോടാലി വെച്ചതിന് ഫലമാണ്, വേറെ ഒന്നുമില്ല. വൃക്ഷങ്ങൾക്ക് കോടാലി വെക്കുകയാണ്, അതിന് മുറിച്ചിടാണ്, സംരക്ഷണവും കാവലും നൽകാൻ വേണ്ടി. സ്നേഹമുള്ളവരെ, ഇതൊന്നും നമ്മളുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കേണ്ട കാര്യമില്ല. ഇന്നലെ മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ മതവിശ്വാസവും അഭിന്ന പിതാക്കന്മാരും ഒക്കെ എന്നെ വിളിച്ചു. അവരെല്ലാവരും പറഞ്ഞു ഇവർ ചെയ്ത നടപടി ശരിയായിട്ടില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവര് തീരുമാനിക്കട്ടെ, അതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോഴേ ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾ